ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു സംസരസ്വത്यै നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാം രാം. എല്ലാ സുഹൃത്തുക്കൾക്കും വിനീത നമസ്കാരം. മറ്റൊരു കർക്കടക മാസം കൂടി വന്നു ചേരുകയാണ്. ഈ കർക്കടക മാസത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സ്തുതികളുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സ്തുതികളെക്കുറിച്ച് ചെറുതായ ഒരു വിവരണവും അതിനുശേഷം ആ സ്തുതികളുടെ പാരായണവുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ബാലകാണ്ഡത്തിലെ പ്രാരംഭത്തിൽ തന്നെ അതിലെ വിഷയവുമായി താദാത്മ്യം പ്രാപിക്കണമല്ലോ. ആ ലക്ഷ്യത്തോടെ ശ്രീരാമൻ എൻ്റെ ഉള്ളിൽ രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭഗവാന് നമസ്കാരം അർപ്പിക്കുന്നു. ഇവിടെ രാമൻ, ശ്രീരാമൻ, ശ്രീരാമചന്ദ്രൻ, ശ്രീരാമഭദ്രൻ, സീതാഭിരാമൻ, അതായത് സീതയുടെ സാന്നിധ്യം കൊണ്ട് കൂടുതൽ മനോഹരൻ എന്നർത്ഥത്തിൽ സീതാഭിരാമൻ, ലോകാഭിരാമൻ, ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്നവൻ, അങ്ങനെയുള്ള രാവണാന്തകൻ ആയിട്ടുള്ള ആ ശ്രീരാമചന്ദ്രപ്രഭു ഉള്ളിൽ വിളയാടട്ടെ എന്നാണ് പ്രാർത്ഥന. വീണ്ടും ശ്രീരാഘവാത്മാ രാമ രമാപതേ രമണീയ വിഗ്രഹ, ഇവയൊക്കെയും സംബോധന തന്നെ. ഈ രാമൻ ആരുടെ അവതാരമാണോ ആ വിഷ്ണുവിനെയും നമിക്കുന്നു. വിഷയധ്യാനം നേടുന്നതോടുകൂടി ആ കവിത ഉണരുകയായി. ഈ കവിതയുടെ ആലാപനം കിളി നിർവഹിക്കുന്നതായാണ് തുഞ്ചത്താചാര്യൻ്റെ സങ്കല്പം. കിളിയുടെ വരവ് എങ്ങനെയാണ്? ശ്രീരാമനാമം പാടിക്കൊണ്ടായിരുന്നു. പക്ഷേ നാമം പോരാ, കഥ തന്നെ ആലപിക്കണം എന്നാണ് ആചാര്യൻ അപേക്ഷിക്കുന്നത്. അതോടെ വന്ദിക്കേണ്ടവരെ വന്ദിച്ച് ശ്രീരാമനെ സ്മരിച്ച് ആ ഇളം കിളി ആഖ്യാനം തുടങ്ങുകയാണ്. പിന്നീടാണ് ഇഷ്ടദേവതാവന്ദനം കാണുന്നത്. അന്നത്തെ നിഷ്ഠയനുസരിച്ച് ഇഷ്ടദേവതാവന്ദനവും ഗുരുസ്മരണയും നടത്തി വേണം ആഖ്യാനം. ആദ്യം ഗണപതിയെ വന്ദിക്കുന്നു. ഏത് സംഗതിയും സാധ്യമാകുന്നതിനുള്ള ആദിഹേതുവാകുന്നു ഗണപതി. എന്ത് കർമ്മവും ഗണപതി പൂജയോടെയാണ് നമ്മൾ ആരംഭിക്കുക പതിവ്. പിന്നീട് സരസ്വതി പ്രാർത്ഥന എപ്പോഴും തൻ്റെ നാവിൽ വർത്തിക്കണേ എന്നാകുന്നു അതിൻ്റെ രത്നച്ചുരുക്കം. കാരണം മഹത്തായ ഒരു ആഖ്യാനത്തിനാണല്ലോ ഒരുക്കം. അതുകൊണ്ട് തന്നെ വാക്കിൻ്റെ ഉന്മേഷം നിർണായകമാണ്. അവിടെ ബാലസരസ്വതിയെ വർണ്ണിക്കുന്നുണ്ട്. ബാലസരസ്വതി എന്നത് സനാതനമായ സങ്കല്പം. ഓരോ കവിക്കും ഓരോ രചനയ്ക്കും ആ സരസ്വതീ ദേവിയുടെ നവാവതാരം നടക്കണം. പിന്നീട് വിശ്വത്തിന് മുഴുവൻ ആത്മാവായ
വിഷ്ണുവിൻ്റെ വിശേഷാൽ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പുരാണകർത്താവായ വേദവ്യാസ മഹർഷിയെ വന്ദിക്കുന്നു. പിന്നീട് 4 വേദങ്ങൾക്കു തുല്യമായ രാമായണം രചിച്ച ആ രാമായണ രചനയിലൂടെ ബ്രഹ്മാവിൻ്റെ മതിപ്പ് ലഭിച്ച വാൽമീകി എന്ന കവിശ്രേഷ്ഠനായ മഹർഷിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അടുത്തത് ശിവസ്മരണയാണ്. ശിവൻ പാർവതിക്ക് പറഞ്ഞുകൊടുക്കുന്ന തരത്തിലാണ് ശ്രീരാമൻ്റെ കഥ അധ്യാത്മരാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അധ്യാത്മരാമായണത്തിൻ്റെ അധിഷ്ഠാന ദേവനാണ് മഹേശ്വരൻ. അദ്ദേഹം തൻ്റെ മനസ്സിൽ വാഴുവാനായി വണങ്ങുന്നു. പിന്നീട് ബ്രഹ്മാവ് തൊട്ടുള്ള ദേവന്മാരെയും നാരദൻ മുതലായ മുനിമാരെയും പാർവതി ദേവിയെയും ലക്ഷ്മിയെയും തുടർന്ന് തുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് വിസ്തരിച്ചുള്ള ബ്രാഹ്മണ വന്ദനമാണ് കാണുന്നത്. വേദവിശിഷ്ടരായ ബ്രാഹ്മണരുടെ അനുഗ്രഹത്തിനായാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ഇതര ദേവതകളെ വന്ദിക്കുകയാണ്. എല്ലാവരോടുമുള്ളത് ഒറ്റ ഒരു അപേക്ഷ മാത്രമാണ്, തന്നെ അനുഗ്രഹിക്കണം. അതിനായി തെളിഞ്ഞ മനസ്സോടെ താനിതായി എപ്പോഴും വണങ്ങുന്നു. വന്ദന പരമ്പരയിൽ അവസാനത്തേത് സ്വന്തം ഗുരുനാഥന്മാർക്കുള്ളതാണ്. തൻ്റെ ജ്യേഷ്ഠനെ ആദ്യം സ്മരിക്കുന്നു. പിന്നീട് പ്രമാണപ്പെട്ട മറ്റു ഗുരുക്കന്മാരും ഉള്ളിൽ വാണ് തന്നെ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഈ ഒരു ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന് പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇഷ്ടദേവതാ വന്ദനം. കാരണനായ
ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്കേണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ വാരിജോദ്ഭവമുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ പരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാതി പ്രാണനാഥയും മമ വാരിജ മക്കളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലേന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാര ഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃ
ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥ ഭൂതപതി ശ്രുതിവാക്യാത്മാ ദീനപതി ഖേടാനാപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാ വിദുഷാമഗ്രേസരൻ മദ് ഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ.